അങ്ങനെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് രോഹിത്തിൻ്റെ വീട്ടിലേക്കാണ്. ഇന്ന് രോഹിത്തിൻ്റെ എൻഗേജ്മെൻ്റാണ്. അങ്ങനെ പയ്യനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സുന്ദരനാക്കി ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. അങ്ങനെ കാർ എടുത്തിട്ട് നേരെ വടകരയുള്ള ഓഡിറ്റോറിയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി കൊയിലാണ്ടി എത്തിയപ്പോൾ അക്ഷയും കൂടെ ഞങ്ങളെ കൂടെ കൂടി. വടകര എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. അതിനുശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ പയ്യൻ്റെ മാസമായിട്ടുള്ള നടന്ന് വരവാണ്. അങ്ങനെ പയ്യനൊക്കെ റെഡി ആയതിനു ശേഷം ഞങ്ങൾ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് അവർ ഒരുമിക്കുകയാണ്. ഒരുമിച്ചതിന് ശേഷം അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ജീവിതത്തിലെ എൻഗേജ്മെൻറ്റിനെ പറ്റി എന്താ അഭിപ്രായം? ഗിഫ്റ്റും സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളും കൂടെ കൂടി. അങ്ങനെ മോതിരിടലും വളയിടലും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒപ്പം ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഗൾഫിൽ പോയ ഞങ്ങളുടെ ചെങ്കിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഇതാ നോക്ക്. പിന്നീട് അങ്ങോട്ട് പല രീതിയിലും പല ഭാവത്തിലുള്ള ഫോട്ടോഷൂട്ടുകളാണ് കണ്ടത്. ഒരിക്കലും പെണ്ണിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ രോഹിത്തേട്ടൻ മുട്ടുമടക്കാതെ തന്നെ ഒരുവിധം പോസുകളൊക്കെ അഭിനയിച്ച് തകർക്കുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നൊരു ഏറുമാടത്തിൽ ഞങ്ങൾ മാഞ്ഞു വലിഞ്ഞു കയറി. ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള മീൻകുളം അവർ വൃത്തിയാക്കുകയാണ്. മീനൊക്കെ പിടിച്ച് കുളമൊക്കെ വൃത്തിയാക്കി അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി അക്ഷീൻ്റെ വീട്ടിൽ കയറി. അവിടെ നിന്ന് ചായ കുടിച്ച് അടുത്ത ആഴ്ചത്തെ ട്രിപ്പിൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ചു.